തക്കാളി പറിച്ച് നടണമെന്നാണ് കരുതിയത്. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു ഏട്ടൻ കുറച്ച് വെണ്ടയ്ക്ക് വിത്ത് കൊണ്ട് തന്നു. പുള്ളിക്കനും വെണ്ടയ്ക്ക് വിത്ത് തെറ്റെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങി. കാരണമൊന്നുമില്ല, വെണ്ടയ്ക്ക ചെടി ഞാനുമായിട്ട് അധികം സെറ്റാവാറില്ല. വേണ്ടത്ര പരിചരണം കൊടുക്കാൻ പറ്റാണ്ടാണോ അല്ല ഞാൻ നടന്നുകൂടാണെന്ന് അറിയില്ല. കായകളൊന്നും അധികം കിട്ടാറില്ല. കിട്ടിയ കായകൾക്ക് 3-4 സെൻറ്റിമീറ്ററിലേക്ക് വലിപ്പം കൂടാറുമില്ല. ചെടികളുടെ കാര്യത്തിലും അത് തന്നെ. വലിയ വളർച്ച ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി ഒരു ഗ്രോ ബാഗിൽ തന്നെ എല്ലാ വിത്തുകളും ഇട്ടിട്ടുണ്ട്. വലുതാകുമ്പോൾ മാറ്റി നടാം. മണ്ണുകൾ ഇളക്കും തോറും വിത്തുകളൊക്കെ മുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും വിടാതെ എല്ലാ വിത്തുകളും മണ്ണിൻ്റെ അകത്തോട്ടാക്കിയിട്ടുണ്ട്. സാധാരണ വാങ്ങുന്നതിനേക്കാൾ ഈ ഗ്രോ ബാഗിൽ വലിപ്പം കുറവാണ്. വാങ്ങിയ സമയത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പം എനിക്കിഷ്ടപ്പെട്ടു. ഇതിലാകുമ്പോൾ അധികം മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരില്ല. 2 തക്കാളിച്ചെടി ഒരു ഗ്രോ ബാഗിൽ നല്ലോണം നിൽക്കും. താരതമ്യേന വെയിറ്റ് കുറവായതുകൊണ്ട് താഴെ നിന്നും ടെറസിന് മുകളിൽ കൊണ്ട് വയ്ക്കാൻ വലിയ പ്രയാസമില്ല. ഗ്രോ ബാഗ് സെറ്റാക്കി 2 ചെടി വീതം നട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ സ്റ്റെപ്പിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ ബാലൻസ് വന്നിട്ടുള്ള ചെടികൾ വാട്ടർ ടാങ്കിൻ്റെ സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. 2 ചെടി വീതമാണ് ഒരു ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത്. അത് വളർച്ചയ്ക്ക് നല്ലതാണ്. ഇടയിൽ സമയം കിട്ടുമ്പോൾ അമ്മയും അനിയത്തിയും എൻ്റെ കൂടെ കൂടാറുണ്ട്. ഇഞ്ചിയും തക്കാളിയും ഹാർവെസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അമ്മയ്ക്ക് വലിയ ഹാപ്പിയായി. അപ്പോൾ ടെറസിന് മുകളിൽ വന്ന് നോക്കാൻ വന്നിരിക്കുന്നു. ഗ്രോ ബാഗ് അറേഞ്ച് ചെയ്യാനും എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്യാരറ്റ് ചെടി ആദ്യമായിട്ട് കണ്ടപ്പോൾ അമ്മ മല്ലിയിലയാണോ എന്നോ ചോദിച്ചത്. ക്യാരറ്റ് എന്ന് അറിഞ്ഞപ്പോൾ ഷോക്കായി. കാരണം ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. വരും ദിവസങ്ങളിൽ പുതിയ പരീക്ഷണമായിട്ട് കാണാം. ബൈ.